9 മണി വാർത്ത തുടങ്ങുകയാണ്. ഈ ദിവസം പ്രധാനമായി ചർച്ചയാകാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമാകും. അന്വേഷണം അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹ സമരം തുടരുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം. നരവനെ വിഷയത്തിൽ ലോക്സഭയിൽ പ്രതിഷേധം തുടരാൻ കോൺഗ്രസ്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രിയെ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ പാർലമെന്റ് കവാടത്തിൽ സത്യാഗ്രഹം തുടങ്ങും. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളിൽ രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കും. 2000-ഓളം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഒഴിവാക്കുമെന്നും സൂചന. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അമേരിക്കയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ ഡ്രോൺ അറബിക്കടലിൽ വെടിവെച്ചിട്ട് അമേരിക്ക. വെടിവെച്ചത് പടക്കപ്പലായ എബ്രഹാം ലിങ്കണ് നേരെ എത്തിയപ്പോഴെന്ന് വിശദീകരണം. ഡ്രോണിൽ നിന്നുള്ള വിവരങ്ങൾ സുരക്ഷിതമെന്ന് ഇറാൻ. ഡ്രോൺ തകർത്തത് ഇറാനിയൻ തീരത്ത് നിന്ന് 500 മൈൽ അകലെ. കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ വിഷയമാക്കാൻ മുന്നണികൾ. ഗഡ്കരി ഇടപെട്ട് പിരിവ് നിർത്തിയെന്ന് BJP ജില്ലാ നേതൃത്വം. പ്രതിഷേധം ഫലം കണ്ടെന്ന് LDF-ഉം UDF-ഉം. BJP ലീഗ് വാർത്താ സമ്മേളനങ്ങൾ അല്പസമയത്തിനകം. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാവും. കേസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഡയസിൽ കയറി പ്രതിഷേധിച്ച MLA-മാർക്കെതിരെ നടപടി ഉണ്ടായേക്കില്ല. നടപടിക്കായി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സസ്പെൻഷൻ വാങ്ങുകയാണ് പ്രതിപക്ഷ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. നടപടി വേണ്ടെന്ന നിലപാടിലാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ്. VV അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിഡ്രോയാൻ പറഞ്ഞത്. അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ചൻവാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ചൻവാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവം വാച്ചൻവാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. യെസ്, ബഹുമാനപ്പെട്ട സർ, അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറെ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സർ, അങ്ങനെയല്ലേ ചാടിക്കയറിയത്? സർ, ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങളാണ് ചാടിക്കയറിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെക്കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു. അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ. സർ, ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സർ, ഒരു മിനിറ്റ്. ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ്. സർ, അതാണ് നമ്മളിവിടെ കാണുന്നത്. സർ, ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം. മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല. അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. ഒരു മിനിറ്റ് മനസ്സിലായി. ഈ ബഹുമാന്യയായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരമൊരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസാണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൾ, വാങ്ങിയാൽ, മൂന്നാമത്തെയാൾ, ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വന്നു. സാർ, ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് അദ്ദേഹം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാർ, ഡൽഹി കലാപത്തിന് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്ത് കാണുന്നതും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി MP രാജേഷ്. വംശഹത്യയ്ക്ക് ഡൽഹിയിൽ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിക്കെതിരെ അല്ല, അങ്ങ് പാർലമെന്ററി സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തിയില്ലോ. ഒരേ കാര്യം തന്നെ പറയുന്നത് അല്ലല്ല അങ്ങ് കേൾക്ക്. അങ്ങ് ഇത്ര അസഹിഷ്ണുത അത്ര വേണ്ട, അത്ര അസഹിഷ്ണുതയൊന്നും വേണ്ട. എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ്. സോണിയാഗാന്ധി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചോ? ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇരട്ടത്താപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം
എന്ന് പറഞ്ഞ് ബാലി കോലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി. എറണാകുളത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവിടെ നടത്തി. സാർ, ഇതെന്ത് ന്യായമാണ് സാർ? നിൽക്കണ്ടേ അൻവർ, മറുപടി കേൾക്കാൻ നിൽക്കണ്ടേ? അതെന്താ? ഒരു ഡിബേറ്റിലേക്ക് പോകുമ്പോ രണ്ടു പക്ഷവും പറയാൻ കേൾക്കണ്ടേ? അങ്ങ് പറഞ്ഞോ അങ്ങയുടെ നിരയോട് മിണ്ടാതിരിക്കാൻ പറ. അങ്ങ് സംസാരിച്ചു, അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല. യെസ് സാർ, ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പടം. കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത്, അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സാർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് താക്കൂറും ഞാനും മാത്രമല്ല, രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിലിടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ളതാണ് എതിർപ്പ്. വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചോ സോണിയാഗാന്ധിയെക്കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. ഞങ്ങൾ തിരുത്താമല്ലോ. പ്രതിപക്ഷ മേധാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു. എന്റെ വകുപ്പൊന്നും മാറ്റിക്കളയരുത്. പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. അങ്ങക്ക് പെട്ടെന്നാകെ നിലയങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ട് പണ്ട് എല്ലാം ആധികാരികമായി പറയുന്ന ആള് എവിടെ നിൽക്കുന്നതിന് തെളിവാണ്. സാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയ സമ്പത്തും ഒക്കെയുള്ള ഒരാള് പറയാവുന്ന താരതമ്യമാണോ സാർ അത്? ഇവിടെ ഒരു പരിപാടി അസംബ്ലിയുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ കൊടുത്ത ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലേ? മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞു വരുന്നു, അവിടെ നിൽക്കുന്നു, കാറിന്റെ മുൻപിൽ ഈ പോറ്റി നിൽക്കുന്നു, മാറി നിൽക്കാൻ കൈകൊണ്ട് കാണിക്കുന്നു, കാറിലേക്ക് കയറി പോകുന്നു. ഇതല്ലേ യഥാർത്ഥം നടന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് കയറി ചെല്ലാൻ കഴിയോ? നേരെ ശശി തരൂർ എത്ര നാളായി കാത്തു നിന്നിട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗുലാം നബി ആസാദിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത്? എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി? കെ കരുണാകരൻ, ലീഡർ കരുണാകരൻ, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? മൂപ്പനാർക്ക് കിട്ടിയോ? അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പട്ടരമാറ്റിന്റെ തിളക്കം. ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ മേധാവ് ബിജെപിയുടെ നാവായി മാറിയിരിക്കുമെന്ന് അറിയാൻ പറ്റും സാർ. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹം എങ്ങനെ ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രിയല്ല, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി എംഎൽഎയിൽ കയർ വകുപ്പ് മന്ത്രി എന്നതിൽ ഞാൻ പറഞ്ഞു, അങ്ങ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു. അങ്ങ് പറഞ്ഞു ഈ പാർലമെന്ററി കാര്യമന്ത്രി അവിടേക്ക് മാർച്ച് നടത്തിയതാണ്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് രേഖകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ അഭിപ്രായം പക്ഷെ അങ്ങേക്ക് ജനതാല്പര്യമല്ല. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ മേധാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മിനിസ്റ്റർ പെട്ടെന്ന് പറയണേ. വളരെ കാര്യമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സാർ, കഴിഞ്ഞ ആഴ്ച ഞാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടെ പങ്കെടുക്കുന്ന
ഒരു ട്രേഡ് യൂണിയൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു. സാർ, ആ ട്രേഡ് യൂണിയൻ കോൺഫറൻസിൽ പങ്കെടുക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ ശിവൻകുട്ടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനും ഇനി അത് മനസ്സിലാക്കിയിട്ട് ആഞ്ഞടിക്കാമെന്ന് പറഞ്ഞു. സാർ, അങ്ങ് മനസ്സിലാക്കണം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ധർണയുണ്ടായിരുന്നു. ആ ധർണയിൽ സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മനസ്സിലാക്കണം, അങ്ങാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത്. സ്പീക്കർ അങ്ങാണ് സഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷണം നൽകേണ്ടത്. എന്നെക്കുറിച്ച് സാർ ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി. സാർ, ഞങ്ങൾ ഇവിടെ ഈ സഭയിലിരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം, ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സാർ, എന്നെ ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിൽ വന്ന് കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പിന്നെ കള്ളം പറഞ്ഞു. സാർ, ഇവിടെ ഈ സഭയിൽ സാർ, ഈ സഭയിൽ പറയട്ടെ സാർ, ഈ സഭയിൽ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു. എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന്. എല്ലാവരോടും സാർ, തീർന്നല്ലോ സാർ. സാർ, ഇവിടെ അങ്ങൂടെ അദ്ദേഹം പറഞ്ഞല്ലോ, ഏത് റൂളാ ഈ സമരം? സാർ, ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട് സാർ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല. ഏതാവൊരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹം പറയാ ഇന്നലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കയറി അങ്ങേ ആക്രമിക്കാമെന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാഫിനെ സെക്യൂരിറ്റി ആക്രമിച്ച ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഒരു കാര്യം കൂടെ സാർ, ചോദ്യോത്തരങ്ങൾ നടക്കണം പ്ലീസ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2ാം പിണറായി ഗവൺമെന്റ് വന്നതിന് മുമ്പ് സാർ, 1ാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ് 2ാം പിണറായി ഗവൺമെന്റ് വന്ന അവസരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെല്ലാം വകുപ്പ് തിരിച്ച് മന്ത്രിമാർക്ക് ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് തിരിച്ച്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ്. സാർ, ഒരു കാര്യം കൂടെ അങ്ങ് മനസ്സിലാക്കാൻ പറയാണ്. കഴിഞ്ഞ 2ാം ഗവൺമെന്റ് വന്നപ്പോൾ വകുപ്പ് തിരിച്ച് ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടി പറ്റില്ല. ഇപ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. മുഖ്യമന്ത്രിയാവുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1ാം പിണറായി ഗവൺമെന്റ് വന്നു, 2ാം പിണറായി ഗവൺമെന്റ് വന്നു, 3ാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒന്നും ഈ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. വിരട്ടൽ ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോവേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാരണം ഞങ്ങൾ പല കാര്യങ്ങളും സാർ ബഹുമാനപ്പെട്ട FM പെട്ടെന്ന് പറയണം എന്താ പോയിന്റ് എന്നുള്ളത്. സാർ, എനിക്ക് പറയാനുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ്, ബഡ്ജറ്റ് സെഷനാണ് സാർ. ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇത് ബഹളം വെക്കാൻ ഇറങ്ങിപ്പോകാൻ നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഒന്ന്, ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൌരവമായി ചർച്ച ചെയ്യേണ്ട 2 വിഷയങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് സാർ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയുടെ ഫ്രീ ട്രേഡ് സാർ, 10 ലക്ഷം വരുന്ന ക്ഷീര കർഷകർക്ക് പാലിന്റെ വില പകുതിയാവുന്ന, മറ്റു മേഖലകളിൽ വിലയിടിയുന്ന, ഇന്ത്യയുടെ മത്സ്യമേഖലയും എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്ന ട്രംപിന്റെ കരാറിന് ഒപ്പിട്ടിട്ട് പ്രധാനമന്ത്രി നിൽക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാതെ
മനഃപൂർവ്വം ഇത് ചർച്ച ചെയ്യുന്നില്ല. സാർ ഇവർ പറഞ്ഞു, സാർ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്നതോടെ കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും. കാരണം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണമെന്ന്. സാർ ധവളപത്രം ഇറക്കണ്ട, ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ്. ഇവിടെ നല്ലപോലെ പഠിച്ച് സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ. സാർ ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ഇതാരും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് സാർ ഇന്നലെ ആ മഹത്തായ നിയമപരമായ ചാട്ടം കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള പേപ്പർ നോക്കി ഞാനിവിടെ 9:10 നിയമപരമായ ചാട്ടവും അല്ലാത്ത ചാട്ടവും നിയമപരമായി വടിയെടുത്തിട്ട് വാച്ചാൻമാടിനെ അടിക്കുന്ന അടക്കമുള്ള കാര്യം കാണിച്ചിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്കുകയാണ്. സാർ ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം അവരിത് കൊണ്ടുവരുന്നത്. ആർക്കും അറിയാം, ഞാനതിലൂടെ പറഞ്ഞു. സാർ വഴിയില് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഏതൊരാൾ വന്നാലും ഒരാൾക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കും, അല്ലാതെ എടുക്കാതിരിക്കുന്നില്ല. പക്ഷേ ശ്രീ കെ കരുണാകരനെ പോലെ ഒരാളെ പോലും കടത്തിവിടാത്ത, ശശി തരൂരിന് കൈകൊടുക്കാത്ത, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയും ഇവിടുത്തെ ഈ ആരോപണ വിധേയനായ ആളുകളും പോകുമ്പോൾ കൂടെ എംപിമാരിൽ നിന്ന് പടമെടുക്കണമെങ്കിൽ ആ വീടിനകത്ത് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അവിടെ കയറിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോ അതിനെന്താ ഉദ്ദേശമുണ്ട് സാർ? അതുകൊണ്ടാണ് ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്. കേരളത്തോടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം ഈ നാട്ടിലേക്ക് തെറ്റാണെന്ന് പറയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഈ കേരളത്തിലേക്ക് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയട്ടെ സാർ. ഇന്നത്തെ പ്രശ്നം എന്താണ് സാർ? ഇന്ന് 118 അനുസരിച്ച്, ചട്ടം 118 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത്? സാർ ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ. കേരളത്തിലേക്ക് ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോരു പറഞ്ഞതനുസരിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ സാർ. ഞാൻ ഒറ്റ കാര്യം പറയാം. ഡൽഹിയിലെ 10ാം നമ്പർ ജനപഥ റോഡിലേക്ക് കടന്നുപോയ ഒരാളുടെ പടവും ആംബുലൻസ് കൈമാറുമ്പോ എടുത്തൊരു പടവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് താരതമ്യം നടത്താൻ പറ്റുമോ സാർ? ആരാണ് ഇടിച്ചു നിർത്തിയിരിക്കുന്നത്? കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. രാഷ്ട്രീയം വോട്ടല്ല. ചോദ്യം നമ്പർ 121 ശ്രീ ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി.പി. രാമകൃഷ്ണൻ നിലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സംസ്ഥാനത്തെ നഗരപ്രദേശത്ത് വസിക്കുന്ന സാമൂഹ്യ സുരക്ഷ ആവശ്യമായ 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർക്ക് മാനസിക ഉല്ലാസവും ആരോഗ്യ പരിരക്ഷയും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2010-11 വർഷം മുതൽ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്നു. ആദ്യഘട്ടമായി കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും 85 മുനിസിപ്പാലിറ്റികളിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി ആകെ 104 യൂണിറ്റുകളിൽ വിജയപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്നുകൾ, കൌൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിന്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത. വയോജനങ്ങളെ ഏറെ അലട്ടുന്ന ജീവിതശൈലി രോഗനിയന്ത്രണം, മരുന്നുകൾ ഒന്നും മിണ്ടാതിരുന്ന് മിനിസ്റ്റർ ഹെഡ്സെറ്റ് വെച്ചോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ കേൾക്കത്. ആൻസർ ചെയ്തോ? ടേബിൾ ചെയ്തോ? ഉത്തരം പറയിപ്പിക്കാം. ടേബിൾ ചെയ്യാം. ശ്രീമതി കെ ശാന്തകുമാരി. സാർ, കഴിഞ്ഞ തുടർച്ചയായി ഇവിടെ ചോദ്യം ചോദിച്ചാൽ മതി. ബാക്കി മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു. അങ്ങ് ചോദ്യം ചോദിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നത്. സർ,
സർ, ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ ഇത് തടസ്സപ്പെടുത്തുന്നത് സൂചിപ്പിക്കുകയാണ്. സർ, കേരളത്തിലെ 18% വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വയോസൗഹൃദ കേരളം സൃഷ്ടിക്കപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഒരു വയോജന കമ്മീഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട് ഗവൺമെന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ചോദ്യതാണ്, വയോമിത്രം പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എന്റെ കൈവശമില്ല. വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിന്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഈ പദ്ധതി നഗരപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കാമോ? ഇപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെക്കുറിച്ച് പരിഗണിച്ചു വരികയാണ്. ഉടൻ തന്നെ ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ്. നിയമസഭ ഇന്നും സംഘർഷഭരിതമാണ്. ഇതുവരെ കാണാത്ത രീതിയിൽ ഭരണപക്ഷ അംഗങ്ങൾ കൂടി പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. വി അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ് ഭരണപക്ഷ അംഗങ്ങൾ പോസ്റ്ററുകളുമായിട്ടൊക്കെ വരുന്നത്. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന പടവുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ്, തിരിച്ച് പ്രതിഷേധത്തിന് മറുപടി നൽകാൻ തന്നെയാണ് ഭരണപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇന്നിപ്പോൾ മനസ്സിലാവുന്നത്. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുക തന്നെയാണോ? ശ്രീജ, തീർച്ചയായിട്ടും രണ്ടു പക്ഷവും കരുതിക്കൂട്ടി തന്നെയാണ്, തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ നീക്കം ഇത് തന്നെയായിരിക്കുമെന്ന സർക്കാർ ഇന്നലെ വ്യക്തമായിരുന്നു. കാരണം പ്രതിപക്ഷം ഇന്നും റൂൾ 50 നോട്ടീസ് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധമുണ്ടാകും. പ്രതിപക്ഷത്തിനാകട്ടെ ഇനി അല്പം പോലും പിന്നോട്ട് പോകാൻ കഴിയില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ സഭയിലുള്ളത്. കയ്യാങ്കളിലേക്ക് വരെ എത്തിയ പ്രതിപക്ഷ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടെമ്പോ നിലനിർത്തിയേ മതിയാകൂ. ഇന്നും നാളെയും കൂടിയാണ് ഈ ഘട്ടത്തിൽ സഭ ചേരുന്നത്. പിന്നീട് 23-ാം തീയതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയിൽ അതിശക്തമായ ഒരു തരത്തിലും സഹകരിക്കാതെയുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് നിലപാട് സഭയെ തുടങ്ങുമ്പോൾ തന്നെ ചോദ്യോത്തര തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. ഞങ്ങൾ സമരം തുടരുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാസ്തവികമായ കാര്യങ്ങളാണ്. കോപ്രായം കാട്ടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ കോപ്രായം കാട്ടിയത് അപ്പുറത്തിരിക്കുന്നതാണ് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തുടങ്ങി. ഇന്നും പ്രതിപക്ഷം ബാനറും പ്ലക്കാർഡുകളുമായാണ് സഭയിലെത്തിയത്. ശ്രീജ സൂചിപ്പിച്ച പോലെ സാധാരണ വിഭിന്നമായി ഭരണപക്ഷവും ഇത്തവണ പ്ലക്കാർഡുകളുമായാണ് വന്നത്. പി ചിത്തരഞ്ജനും സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ള ഭരണപക്ഷ എംഎൽഎമാരും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചു. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് സഭയിൽ ഉയർത്തിക്കാട്ടിയത്. സർക്കാരിന് വേണ്ടി മന്ത്രിമാരുടെ പട തന്നെ പ്രതിരോധവും ആക്രമണത്തിനുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ്, പിന്നീട് നിയമമന്ത്രി പി രാജീവ്, തൊട്ടുപിന്നാലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, വി ശിവൻകുട്ടി, സിപിഐ മന്ത്രിയായ കെ രാജൻ തുടങ്ങി മന്ത്രിമാരുടെ പട ഇറങ്ങി സർക്കാരിനെ പ്രതിരോധിക്കാനും പ്രതിപക്ഷത്തിനെ ആക്രമിക്കാനും തയ്യാറായി കഴിഞ്ഞു. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. സ്പീക്കർ ഡയസിനടുത്ത് ഇരിപ്പിടത്തിനടുത്ത് വരെ എത്തി പ്രതിഷേധം. കെ ബഷീറൊക്കെ ഏത് നിമിഷവും ഡയസിലേക്ക് കയറുമെന്ന നിലയിലാണ് ഇപ്പോൾ സഭയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഭരണപക്ഷവും തയ്യാറാണ്. പ്ലക്കാർഡുകൾ ഇപ്പോഴും സഭയിൽ ഉയർത്തിക്കാട്ടുന്നു. കെ ബാബു, നെന്മാറ എംഎൽഎ കെ ബാബു അടക്കമുള്ളവർ ഇപ്പോഴും പ്ലക്കാർഡ് ഉയർത്തിക്കാണിക്കുന്നു. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഏലസ് കെട്ടിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് അരുൺ, ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്നലെ
ഡയസിലേക്ക് കയറുകയടക്കം ചെയ്ത MLA-മാർക്കെതിരെ നടപടി വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഭരണപക്ഷം എത്തിയതാണ്. സാധാരണഗതിയിലാണെങ്കിൽ നമുക്കറിയാമല്ലോ അതെങ്ങനെയൊക്കെയാണ് ആ വിഷയം ഏതറ്റം വരെ പോകുമെന്നൊക്കെ അറിയാമല്ലോ. ഈ വിഷയത്തിൽ അങ്ങനെ ഒന്നിലേക്ക് പോകണ്ടെന്ന് പറയുന്നത് മുൻപത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ മുൻപത്തെ സംഭവങ്ങൾ വീണ്ടും തങ്ങൾക്ക് തന്നെ തിരിച്ചടി അയക്കുമെന്ന കാരണത്താലാണോ? സാധാരണഗതിയിൽ ഇന്നലെ 2 MLA-മാർ മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് ഡയസിന് മുന്നിലൂടെ മതിൽ ചാടിക്കടക്കും പോലെയാണ് അതിനുള്ളിലേക്ക് കയറിയത്. അത് തികച്ചും അസാധാരണമാണ്. വശത്തു നിന്ന് ഇന്നലെ അൻവർ സാദത്തും ഉള്ളിലേക്ക് കടന്നു. TV ഇബ്രാഹിം അടക്കമുള്ള MLA-മാരും അകത്ത് കടക്കാൻ ശ്രമം നടത്തി. സാധാരണഗതിയിൽ സസ്പെൻഷനിലേക്ക് പോകേണ്ട കുറ്റമാണ് ഈ MLA-മാർ ചെയ്തത്. പക്ഷേ അതൊരു നടപടിയിലേക്ക് പോകേണ്ടതാണ് നിയമസഭാ സെക്രട്ടറിയുടെയും ഭരണപക്ഷത്തിന്റെയും തീരുമാനം. അതിന് കാരണം സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് MLA-മാരെ സസ്പെൻഡ് ചെയ്താൽ, അവരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് വീരപരിവേഷം അവർക്ക് ലഭിക്കാൻ ഇടയാക്കും. ഇപ്പോൾ തന്നെ സ്വർണ്ണക്കൊള്ള ഉയർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഓരോ ദിവസവും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്രയധികം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കൂടി, വീരപരിവേഷം കൂടി അയ്യപ്പന്റെ പ്രശ്നം ഉയർത്തിക്കാട്ടി, ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടി സഭയിൽ പ്രതിഷേധിച്ചതിന്, ജനങ്ങളുടെ വികാരം പറഞ്ഞതിന് പ്രതിപക്ഷ MLA-മാരെ സ്പീക്കർ സർക്കാർ സസ്പെൻഡ് ചെയ്തെന്ന് വന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന ആശങ്ക സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത്തരം നടപടിയിലേക്ക് പോകാതിരിക്കുന്നത്. സാധാരണഗതിയിൽ സസ്പെൻഷനിലേക്ക് പോകേണ്ട, ചുരുങ്ങിയ സസ്പെൻഷനിലേക്കും പോകേണ്ട ഗുരുതരമായ കുറ്റമാണ് ഇന്നലെ 2 MLA-മാരും ചെയ്തത്. ചുരുങ്ങിയ പക്ഷം അൻവർ സാദത്തും മാത്യു കുഴൽനാടനുമെങ്കിലും ചെയ്തത്. പക്ഷേ അവരെ അങ്ങനെ നടപടിയിലേക്ക് പോയാൽ അത് അവർക്ക് കൂടുതൽ രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടാക്കും, രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടാക്കും എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാത്തത്. പക്ഷേ ഇന്നും പ്രതിഷേധം കടുക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമല്ല. ഭരണപക്ഷത്തെ അംഗങ്ങളും അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നടുത്തളത്തിനടുത്തേക്ക് അവർ എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായും അത്തരം പ്രതിഷേധത്തിന് അവർ മുതിർന്നേക്കാം. കാരണം വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ അതേ നാണയത്തിൽ നേരിടാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അജണ്ടകൾ വരേണ്ട ദിവസമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സംസ്ഥാനം നിരന്തരം അവഗണിക്കുന്നു. കേന്ദ്ര ബജറ്റിലടക്കം സംസ്ഥാനത്തെ ഏതോ അവഗണന കാട്ടിയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രമേയം കൊണ്ടുവരാനിരുന്നതാണ്. അത് കേന്ദ്ര ബജറ്റിനെതിരെയുള്ള വിമർശനമായി കൂടി ഔദ്യോഗികമായി മാറേണ്ടതാണ്. കേന്ദ്രത്തിൽ അയക്കേണ്ട പ്രമേയമാണ്. അത് അവതരിപ്പിക്കേണ്ട ദിവസമാണ്. മാത്രമല്ല ഇന്ന് ബജറ്റ് ചർച്ച അവസാനിക്കുകയാണ്. സാധാരണഗതിയിൽ ബജറ്റ് ചർച്ച അവസാനിച്ച് അത് സബ്ജക്ട് വിടുന്ന മുമ്പ് തന്നെ ചില പ്രഖ്യാപനങ്ങൾ കൂടി, ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ, ചർച്ചയിൽ ഉയർന്നു വന്ന ആവശ്യങ്ങൾ, ബജറ്റിന് ശേഷം വിവിധ മേഖലകളിൽ ഉയർന്നു വന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി നടത്തേണ്ട ദിവസം കൂടിയാണ്. പക്ഷേ അതിനൊന്നും പ്രതിപക്ഷം കാത്തു നിൽക്കുന്നില്ല. അവർ പ്രതിഷേധം തന്നെയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ പ്രതിഷേധം വീണ്ടും ശക്തമായ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. രാജീവ് കാന്തപുരവും CR മഹേഷും അടക്കമുള്ള MLA-മാർ ഇപ്പോഴും സ്പീക്കറുടെ ഡയസിന് സമീപത്ത് നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോട് സ്പീക്കർ കടുത്ത അതിർത്തി പരസ്യമാക്കിക്കൊണ്ട് MLA-മാരോടും മറുപടി പറയുന്നു. അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. പ്ലക്കാർഡുകളുണ്ട്, ബാനറുണ്ട്. സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്നു. സ്പീക്കർ അവരോട് മടങ്ങിപ്പോകാൻ പറയുന്നു. ഒരു കാരണവശാലും പിന്മാറില്ല. പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്മാറാനോ സഹകരിക്കാനോ കഴിയില്ല. കാരണം സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT നിർവീര്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. അതിന് മറുപടി പറയുന്നതിന് പകരം സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യുന്നത് സോണിയാഗാന്ധിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ, MPമാരെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. അത് കേട്ടിരുന്ന സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. എല്ലാം ഒറ്റ ഫ്രെയിമിൽ എന്നൊരു പ്ലക്കാർഡാണ് ഇപ്പോൾ ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അതായത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരി ഗോവർദ്ധനും ആന്റോ ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കളും സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പ്ലക്കാർഡായി ഉയർത്തിക്കാട്ടി ഭരണപക്ഷത്തിന്റെ തിരിച്ചടിയാണ്. പ്രതിപക്ഷമാണ് സാധാരണഗതിയിൽ ഇത്തരം പ്ലക്കാർഡുകളുമായി സഭയിൽ വരുന്നതെങ്കിൽ അതേ നാണയത്തിൽ അതേ രീതിയിൽ ഭരണപക്ഷവും പ്രതിരോധിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് സോണിയാഗാന്ധിക്കൊപ്പം മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ പോറ്റിയ ചിത്രങ്ങളില്ലേ, ഞങ്ങളത് പ്രചരിപ്പിച്ചോ, ഞങ്ങൾ അതിൽ മുഖ്യമന്ത്രി അവഹേളിച്ചോ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തോട് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഭരണപക്ഷം അതിൽ പിന്മാറുന്നില്ല. ഏതാണ്ട് എല്ലാ MLA-മാരും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി നൽകുന്നത്, പ്രതിപക്ഷ പ്രതിഷേധത്തിന് മറുപടി നൽകുന്നത്. ഈ പ്രതിഷേധത്തിനിടയിലും അരുൺ തിരിച്ച് നിയമസഭയിലേക്ക് തന്നെ എത്താം. അസാധാരണമായ ഒരു കാഴ്ചയാണ് നിയമസഭയിൽ നിന്ന് കാണുന്നത്. സാധാരണ പ്രതിപക്ഷ അംഗങ്ങളാണ് പ്രതിഷേധവുമായി പ്ലക്കാർഡോ ബാനറോ ഒക്കെ എന്തെങ്കിൽ ഇത്തവണ ഭരണപക്ഷാംഗങ്ങൾ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ പോസ്റ്ററുകളുമായി സഭയിലിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മിക്കവാറും എല്ലാ ഭരണപക്ഷ MLA-മാരും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ സഭയിലിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോയ ശേഷം നമുക്ക് നിയമസഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് മടങ്ങിയെത്താം.
കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പിരിവ് ഒഴിവാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് സജീവ ചർച്ചയാകും. നേട്ടം അവകാശപ്പെട്ട് 3 മുന്നണികളും രംഗത്തുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി അറിയിച്ചു. ടോൾ പിരിവ് നിർത്തിയ ഉത്തരവിന് പിന്നാലെ BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രി ആഹ്ലാദ പ്രകടനം നടത്തി. വിത്തിൻ 48 hours അത് സ്റ്റോപ്പ് ആക്കിയിട്ട് തരും എന്ന് ഉറപ്പായിട്ടുള്ള നിർദ്ദേശനം ഇപ്പോൾ ജസ്റ്റ് എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർജിക്ക് നിതിൻ ഗഡ്കരിജി ഓഫീസിൽ നിന്ന് നേരിട്ട് നിതിൻ ഗഡ്കരി വിളിച്ചിട്ടായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ആരിക്കാടി ടോൾ പ്ലാസ ഇനി ഉണ്ടാവുന്നില്ല. ജനങ്ങൾക്ക്, മഞ്ചേശ്വര ജനങ്ങളും അതേപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BJP കൂടെ ഉണ്ടാവൂ എന്ന് ഉറപ്പായിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടോൾ പ്ലാസ വന്ന മുതലാണ്, മീൻസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ മുതലാണ്, ഒരു 8 മാസം മുമ്പാണ് നമ്മൾ ടോൾ പ്ലാസ ഇവിടെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നിരവധി ലെറ്റേഴ്സാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനും അതേപോലെ സ്റ്റേറ്റ് ഘടകത്തിന് നമ്മളെ പാർട്ടിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിൻ്റെ നിരന്തരമായിട്ടുള്ള എഫേർട്ടും അതേപോലെ അദ്ദേഹം നിതിൻ ഗഡ്കരിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിൻ്റെ ഒപ്പം സംസാരിച്ചിട്ടായിട്ട് നമുക്ക് ഇവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട് ഈ ടോള്. ബിക്കോസ് 60 കിലോമീറ്റേഴ്സിൻ്റെ അണ്ടറിൽ 2 ടോള് കെട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ടോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് സർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമായിട്ട് ഇന്ന് നമുക്ക് ഒരു നല്ല വാർത്തയാണ്. അപ്പോൾ ഫയൽ സൈൻ ചെയ്തിട്ടായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചക്കാകുമ്പോൾ ഓർഡർ കിട്ടും. അതേപോലെ നാളെ വിത്തിൻ 48 hours ഈ ആരിക്കാടി ടോൾ പ്ലാസ ഇവിടുന്ന് ക്ലോസ് ആവുന്നുണ്ട്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, കുമ്പളയിൽ ആരിക്കാടിയിൽ ടോൾ പിരിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമാവുമെന്നും തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചാ വിഷയമാകുമെന്നും നമ്മൾ കരുതിയിരിക്കുമ്പോഴാണ് എന്തായാലും ടോൾ പിരിവ് നിർത്തി. ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ BJPയുടെ വാർത്താ സമ്മേളനമുണ്ട്, ലീഗിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ ക്രെഡിറ്റ് ആയിരിക്കുമോ മഞ്ചേശ്വരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്ന്? തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആരിക്കാടിയിലെ ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അത് അനിശ്ചിതകാല സമരം, KM അഷ്റഫ് MLAയുടെ അനിശ്ചിതകാല സമരം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, ടോൾ ബൂത്തിന് നേരെ അക്രമം ഉണ്ടാവുന്നു. അങ്ങനെ വലിയ തോതിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് ഇത്. ഇതിൽ BJP വലിയ പ്രതിരോധത്തിലായിരുന്നു ആ സമയങ്ങളിലെല്ലാം. കാരണം BJP ഒഴികെ മറ്റെല്ലാ പാർട്ടികളും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് ഇതിന് മുന്നിൽ നിന്ന്. നമുക്കറിയാം, കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാലങ്ങളായി മുസ്ലിം ലീഗ് വിജയിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. കാസർഗോഡ് അതുപോലെ തന്നെ BJP 2ാം സ്ഥാനത്താണ്. BJPയുടെ A ക്ലാസ് മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. അവിടെയാണ് ഇങ്ങനെയുള്ള ഒരു ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്തായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ടോൾ പ്ലാസ എന്നേക്കുമായി ഇവിടെ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് BJP പറയുന്നത്. ഈ സംബന്ധിച്ച ഉത്തരവ് ഇന്ന് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് K. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ മഞ്ചേശ്വരം MLA KM അഷ്റഫും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനമായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഇതാരാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പിന്നിൽ സമരം ശക്തമായ സമരം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്ന അവകാശവാദവുമായി മുസ്ലിം ലീഗും UDF വന്നേക്കാം, രംഗത്ത് വന്നേക്കാം. അപ്പോഴും ഏറ്റവും പ്രധാനം ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18 നൽകിയ ഒരു അഭിമുഖമുണ്ട്. ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് ഈ വിഷയം രമ്യമായി പരിഹരിക്കണം, ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകണമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അതല്ലാതെ ഈ അക്രമ സമരം നടത്തി കലക്ടറേറ്റിലേക്ക് സമരം നടത്തി ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല, അതല്ല കോടതിയിൽ പോയാലും ഈ വിഷയം നിലനിൽക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയം BJPയുടെ ക്രെഡിറ്റായി കൃത്യമായി ഏറ്റെടുക്കുന്നത്.
BJP ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJP ആണ് ഈ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഏറ്റവും അവസാനമായി, കാരണം ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ളത് കെ സുരേന്ദ്രനാണ്. ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും കെ സുരേന്ദ്രൻ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉണ്ട്. മഞ്ചേശ്വരം മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വികസനം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ ദേശീയപാതയാണ് അവരുടെ ഒന്നാമത്തെ വികസനം, പ്രധാനമായും ചൂണ്ടിക്കാട്ടാനുള്ള വികസനം. പക്ഷേ അപ്പോഴും ഈ ഒരു ടോൾ പിരിവ് വലിയ കല്ലുകടിയായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. BJPക്കെതിരെ സാധാരണ ആളുകൾ, നിഷ്പക്ഷമായ വോട്ടുകൾ പോലും തങ്ങൾക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരു വലിയ തോതിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതാണിപ്പോൾ BJP കൃത്യമായി ഇടപെട്ട് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാക്കി മാറ്റിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരത്തിലുള്ള സമരങ്ങളാണ് ഈ ടോൾ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത് ജനദ്രോഹപരമായ ഒരു കാര്യം തന്നെയാണ്. അശാസ്ത്രീയമായ രീതിയിൽ അന്യായമായ ടോൾ പിരിവെന്ന് പറയേണ്ടി വരും. കാരണം 85 രൂപയാണ് തൊട്ടടുത്തുള്ളവർക്കൊക്കെ മംഗളൂരുവിലേക്ക് പോകാൻ നൽകേണ്ടി വരുന്നത്. അതിന് പുറമെ 22 കിലോമീറ്റർ അകലെ തലപ്പാടിയിലെ വീണ്ടും ഒരു ടോൾ പ്ലാസ. ഈ ടോൾ പ്ലാസ യഥാർത്ഥത്തിൽ വരേണ്ടത് ചാലിങ്കാലാണ്. അവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള 2ാം റീച്ചാണ്. അതിന് പകരമാണ് താൽക്കാലികമായി ഈ ഒരു കുമ്പളയിൽ ഈ ടോൾ പ്ലാസ സ്ഥാപിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഇനി മഞ്ചേശ്വരം മണ്ഡലത്തിലും അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലും പ്രധാനമായും ആളുകൾക്ക് ആശ്വസിക്കാം. ടോൾ പ്ലാസ ഇനി ഉണ്ടാവില്ല. ടോൾ പിരിവ് ഇന്നു മുതൽ അവസാനിപ്പിക്കുന്നു എന്ന കൃത്യമായ വാക്കുകളാണ് ML അശ്വിനി ജില്ലാ അധ്യക്ഷ വ്യക്തമാക്കിയത്. കൂടാതെ കെ സുരേന്ദ്രൻ ആദ്യം തന്നെ ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ടോൾ പിരിവ് നൽകാതെ യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുള്ള പോസ്റ്റ് സുരേന്ദ്രൻ കൃത്യമായി ഇത് ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയം സജീവ ചർച്ചയാവുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഇന്ന് തന്നെ ഇതിന് ഈ അവകാശവാദവുമായി രംഗത്ത് വരുന്ന ഓരോ ആളുകളും രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഇന്ന് തന്നെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം 10:00 10:45 AKM അഷ്റഫ് എംഎൽഎയുടെ വാർത്താ സമ്മേളനം. അങ്ങനെ ഈ ടോൾ വിഷയം സമരസമിതിയുടെ ഒരു വിജയമാണ്. ടോൾ നിർത്താൻ ഇടയാക്കിയെന്ന അവകാശവാദമായി മുസ്ലിം ലീഗ് രംഗത്തെത്തുമ്പോൾ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ വിഷയത്തിൽ BJP ഇടപെട്ടാണ് ടോൾ പിരിവ് നിർത്തിയെന്ന ഒരു അവകാശവാദമാണ് BJP നിലവിൽ ഉന്നയിച്ചത്. മാത്രമല്ല ആദ്യമായി ടോൾ ഈ പ്ലാസയിലെടുത്ത് BJPയുടെ ആഹ്ലാദ പ്രകടനം ഇന്നലെ രാത്രി ഉണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. BJP കൃത്യമായ പ്രതിരോധത്തിലായ ഒരു സംഭവത്തിൽ ആകെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവനയോട് കൂടിയാണ് BJP ഒന്ന് സജീവമായി ഇതിൽ രംഗത്ത് വന്നത്. ഇതിൽ ഇടപെടും എന്ന് നമുക്ക് നൽകിയ BJP ജില്ലാധ്യക്ഷ ML അശ്വിനി നൽകിയ അഭിമുഖത്തിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കാനുള്ള നടപടി തങ്ങൾ കൈക്കൊള്ളും എന്ന് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അവർ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഇനി BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് സജീവമാവുകയാണ്. അത് കാസർഗോഡ്, മഞ്ചേശ്വരം ഈ 2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കല്ലുകടിയായി നിൽക്കുന്ന ഈ ഒരു ടോൾ പിരിവ് അത് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് ഏതായാലും BJP സാധിച്ചിരിക്കുന്നു. ഇനി പ്രചരണം സജീവമാവും. അപ്പോഴും ഇനി AKM അഷ്റഫ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയം പ്രതിരോധിക്കുന്നത്, BJPയുടെ ഈ അവകാശവാദം അതെങ്ങനെയാണ് AKM അഷ്റഫ് കൃത്യമായി അത് ഉപയോഗിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. പ്രധാനമായും അവർ പറയാൻ പോകുന്നത് ഈ സമരസമിതിയുടെ ശക്തമായ ഇടപെടൽ, വലിയ തോതിൽ അറസ്റ്റ് ഉൾപ്പെടെ വരിക്കേണ്ട സാഹചര്യമൊക്കെ AKM അഷ്റഫ് MLA ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചൂണ്ടിക്കാട്ടി ഇതിന്റെ സമരത്തിന്റെ ഭാഗമായാണ് ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന ഒരു അവകാശവാദമായിരിക്കും അവർ ഉന്നയിക്കുക. ഇതിൽ CPM കോടതിയെ സമീപിച്ചിരുന്നു. തങ്ങളും ഇതിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് LDF അവകാശവാദമായി രംഗത്ത് വരും. എന്തായാലും വരും ദിവസങ്ങളിലും ടോൾ പിരിവ് അവസാനിച്ചാലും വരും ദിവസങ്ങളിലും ഈ ടോൾ വിഷയം വലിയ ചർച്ചാ വിഷയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ഉണ്ടല്ലോ ബൈജു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഇവരുടെ അവകാശവാദങ്ങൾ എന്ന് കൂടി കേൾക്കാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക്. സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇന്ന് നമ്മളിൽ പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. 30കളിലും 40കളിലും എത്തിയ പല മില്ലേനിയലുകളും, അതായത് 1981 മുതൽ 1996 വരെ ജനിച്ചവർ, അവർ 10കളിലും 20കളിലും നിൽക്കുന്ന ജെൻസിയേക്കാൾ, അതായത് 1997 മുതൽ 2012 വരെ ജനിച്ചവരെക്കാൾ ചെറുപ്പമായി കാണപ്പെടുകയാണ്. പണ്ട് 30 വയസ്സ് എന്നത് വാർദ്ധക്യത്തിലേക്കുള്ള ആദ്യ പടിയായി കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്ന് ചിത്രം മാറി മറിഞ്ഞിരിക്കുകയാണ്. 90കളിൽ ജനിച്ചവർ തങ്ങളുടെ പ്രായത്തെ വെല്ലുവിളിക്കുമ്പോൾ പുതിയ തലമുറ പലപ്പോഴും തങ്ങളുടെ പ്രായത്തേക്കാൾ മുതിർന്നവരായി തോന്നിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നത് ഇന്ന് ശാസ്ത്ര ലോകത്തും ചർമ്മ സംരക്ഷണ വിദഗ്ധർക്കിടയിലും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നിൽ കേവലം ജനിതകപരമായ കാരണങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന രീതിയും ഭക്ഷണക്രമവും മാനസിക സമ്മർദ്ദങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
മില്ലേനിയലുകൾ അല്ലെങ്കിൽ 90കളിൽ ജനിച്ചവർ തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണെന്നത് ഒരു വസ്തുതയാണ്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇന്നാണ് മറുപടി പറയാൻ നിശ്ചയിച്ചിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 എംപിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ സത്യഗ്രഹം തുടങ്ങും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ കാണുന്ന അസാധാരണ സംഭവങ്ങൾ പോലെ ലോക്സഭയിലും കഴിഞ്ഞ 2 ദിവസമായി കാണുന്ന ഒരു കുറിപ്പ് വായിക്കാൻ ശ്രമിക്കുന്നു, അത് ഒരു വിധേനയും വായിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഭരണപക്ഷവും. അങ്ങനെ ഒരു അസാധാരണമായ കാഴ്ചയാണ് കാണുന്നത്. ഇന്നിപ്പോൾ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി, അതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ കുറിപ്പ് വായിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമാവാനല്ലേ സാധ്യത? അതെ ശ്രീജ, കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ തനിയാവർത്തനം തന്നെ ഇന്നും ലോക്സഭയിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം നന്ദി പ്രമേയ ചർച്ചയാണ് ലോക്സഭയിൽ നടക്കുന്നത്. മിനിഞ്ഞാന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴാണ് BJP അംഗം തേജസ്വി സൂര്യയ്ക്ക് മറുപടിയായാണ് തേജസ്വി സൂര്യ കോൺഗ്രസിന് രാജ്യസ്നേഹമില്ല എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി എന്ന നിലയിലാണ് ഗാൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ കരസേനാ മേധാവി MM നരവനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതി ചില വിവാദ ഭാഗങ്ങൾ രാഹുൽ ഗാന്ധി പരാമർശിക്കാൻ ശ്രമിച്ചതും. ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധം അന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കേന്ദ്രമന്ത്രിമാർ തന്നെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവരൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. രാഹുൽ ഗാന്ധി പറയുന്നത് കളവാണ്, മാത്രവുമല്ല ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞതെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. ഏതായാലും അന്ന് രാഹുലിന് പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും ഏതായാലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. രാഹുൽ ഗാന്ധി വീണ്ടും ഈ വിഷയം ഉന്നയിക്കുന്നു. സ്പീക്കർ ഇടപെടുകയും രാഹുൽ ഗാന്ധി സംസാരിച്ച് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തയാളെ സംസാരിക്കാൻ വിളിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിറങ്ങി പ്രതിഷേധിച്ചു. ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ ഡയസിൻ്റെ ഇരിപ്പിടത്തിനടുത്ത് വരെ അവിടെ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. തുടർന്ന് കടലാസ് കീറിയെറിഞ്ഞു. തുടർന്നാണ് 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. ചീഫ് വിപ്പായ മാണിക്കം ടാഗോറുണ്ട്, പഞ്ചാബ് PCC അധ്യക്ഷനായ അമരീന്ദർ രാജ, കേരളത്തിൽ നിന്ന് ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, CPM-ൻ്റെ മധുര MP സുവെങ്കടേശൻ തുടങ്ങിയ 8 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്തവർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ സത്യഗ്രഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്തും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം രാഹുൽ ഗാന്ധി ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ച് തീർക്കാതെ അടുത്ത അംഗത്തെ സംസാരിക്കാൻ വിളിച്ചു. അതുകൊണ്ട് തന്നെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയാൻ അനുവദിക്കില്ല. ഈ നിലപാടിലാണ് ഇപ്പോൾ നിലവിലേതായാലും കോൺഗ്രസ് ഉള്ളത്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി സ്പീക്കർക്കെതിരെയും ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കറെ സംസാരിക്കാൻ അനുവദിക്കാത്തൊരു നടപടി ഉണ്ടായിരിക്കുന്നെന്ന പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സർക്കാരും പ്രതിപക്ഷവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ ലോക്സഭയിലുള്ളത്. അതുമാത്രമല്ല, മറ്റ് വിഷയങ്ങൾ കൂടി ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക കരാർ, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തണം, അത് ഒളിച്ചു വെക്കരുതെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് സഭ സമ്മേളിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എന്താണ് കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സഭാംഗങ്ങൾക്ക് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നുണ്ട്. DMK രാജ്യസഭയിൽ DMK അംഗം തിരുച്ചി ശിവൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ലോക്സഭയിലും കോൺഗ്രസും ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും 2 സഭകളും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ, ശരി. ER രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇന്നും സഭയിലേക്ക് ഉറ്റുനോക്കാം. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും ഇന്നും സംഭവിക്കാൻ സാധ്യത. അതിൽ കൂടുതൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പ്രസംഗിക്കാൻ അനുവദിക്കുമോ പ്രതിപക്ഷം എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. US-ഉമായി ആണവ കരാർ ചർച്ചകളിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആവർത്തിച്ച് പ്രകോപനങ്ങൾ. അമേരിക്കൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കണ് നേരെ ഇറാനിയൻ ഡ്രോണാണ് പാഞ്ഞെടുത്തത്. US ഇത് വെടിവെച്ചിട്ടു. ഇതിനിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ലെന്ന് അയത്തുള്ള അലി ഖംനേയി പറഞ്ഞതും ചർച്ചകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, അങ്ങനെ ഒരു യാദൃച്ഛികമായൊരു ഡ്രോൺ ഈ എബ്രഹാം ലിങ്കണ് നേർക്ക് വന്നതാണ് എന്ന് വിശ്വസിക്കാനാവുമോ? ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനങ്ങളൊക്കെ എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കും?
ശ്രീജ, ഏറെ നാളായി ഇറാന്റെ തെക്കൻ തീരത്ത് US-ന്റെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ നങ്കൂരമിടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇറാനും അതുപോലെ തന്നെ US-ഉം തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ കപ്പൽ ഇറാന്റെ തീരത്തേക്ക് US അയച്ചത്. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് 800 കിലോമീറ്റർ അകലെയായിരുന്നു ഈ കപ്പൽ. ഈ 800 കിലോമീറ്റർ താണ്ടിയാണ് ഇത്തരമൊരു ഡ്രോൺ കപ്പലിന് നേരെ വന്നത്. ഇതൊരു നിരീക്ഷണ ഡ്രോണാണ് എന്നാണ് പ്രാഥമികമായി ഉള്ള സംശയം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു ഡ്രോൺ കപ്പലിന് നേരെ വന്നത് കാരണം US അവരുടെ ഒരു സുരക്ഷ എന്നത് കണക്കാക്കി ഈ ഡ്രോണിനെ വെടിവെച്ചിടുകയായിരുന്നു. ഈ കപ്പലിനുള്ള ജീവനക്കാരുടെയും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുടെയും സുരക്ഷയെ മാനിച്ചാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡർ വക്താവായിട്ടുള്ള ക്യാപ്റ്റൻ ടിൻ ഹോക്കിൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്ത് തരം ഡ്രോണാണിത്, എന്തെങ്കിലും ആക്രമണം ലക്ഷ്യമാക്കിയാണോ അല്ലെങ്കിൽ നിരീക്ഷണ ഡ്രോണാണോ എന്നതൊന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇറാന്റെ നിരീക്ഷണ ഡ്രോണുകളെല്ലാം സുരക്ഷിതമാണ് എന്നാണ് അവരുടെ മന്ത്രാലയത്തിൽ നിന്നുള്ള അറിയിപ്പ്. ഇറാനും US-ഉം തമ്മിലുള്ള ഈ ആണവ കരാർ ചർച്ചകളും അതും നിലവിൽ മുന്നോട്ട് പോവുകയാണ്. ഇസ്താംബൂളിൽ വെച്ച് ഏതെങ്കിലും അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് ഇറാൻ US-നെ അറിയിച്ചിരുന്നത്. US-ഉം ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ ആയത്തുള്ള അലി ഖമനയുടെ ഭാഗത്തു നിന്നും ഈ സമ്പുഷ്ടീകരിച്ച യുറാൻ US-ന് കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള യാതൊരു കരാറിനും സമ്മതിക്കില്ല എന്ന് ആയത്തുള്ള അലി ഖമനെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വക്താവാണ് ഈ യുറേനിയം വ്യാപാരം നടത്തി ഈ ആണവ കരാറിൽ ഒപ്പിടാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് അറിയിച്ചത്. ഇക്കാര്യത്തിൽ US തങ്ങളുടെ മറുപടി അറിയിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ യുറേനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയാകാത്ത സാഹചര്യത്തിൽ ഈ ഒരു ആണവ കരാർ അത് സംബന്ധിച്ച് എന്ത് കരാറിലാണ് ഒപ്പിടാൻ പോകുന്നത് എന്നുള്ളതും ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ US തീർച്ചയായിട്ടും സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അജയ് നൽകും. അത് ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ്. ഈ കരാറിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാർഷിക ക്ഷീര മേഖലകളിൽ രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും 2000-ഓളം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഒഴിവാക്കുമെന്ന സൂചനയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യ-US വ്യാപാര കരാറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US-ലെത്തി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയും അതിന്റെ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അജയ് വിശദാംശങ്ങൾ നൽകും. അജയ്, ഈ കരാർ ഒപ്പിട്ടു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഈ ട്രേഡ് ഡീൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിൽ രാജ്യ താൽപ്പര്യങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, രാജ്യത്തെ കർഷകർക്ക് തിരിച്ചടിയാവുന്ന തീരുമാനങ്ങളുണ്ടോ, ഇങ്ങനെ പലവിധ സംശയങ്ങളുണ്ട്. അതിൻ്റെ ചില വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും കരാറിൻ്റെ അന്തിമ രൂപം നമുക്ക് ലഭ്യമായാൽ മാത്രമേ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളതെന്നും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും 5 വർഷത്തേക്ക് $500 ബില്യൺ കച്ചവടമാണ് ഇന്ത്യ US-മായി ചെയ്യും എന്നറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു വർഷം $100 ബില്യൺ കച്ചവടം ഇന്ത്യ അമേരിക്കയുമായി നടത്തും. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കാണ് ഈ $100 ബില്യൺ എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യ US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് $43.5 ബില്യൺ ആണ്. അതായത് ഇതിൽ ഇരട്ടിയിലധികം തുകയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അതായത് നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമൊബൈൽസ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ധാതുക്കൾ, പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ അതിൻ്റെ എല്ലാം തോത് ഇനി വർദ്ധിപ്പിക്കേണ്ടി വരും. മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങളാകുമോ വാങ്ങുന്നത്? അതുപോലെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ ട്രേഡ് ഡീലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഈ ട്രേഡ് ഡീൽ പ്രകാരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് എന്നതിൽ മാത്രമേ വ്യക്തത വരാനുള്ളൂ. ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാർ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൃഷി ചെയ്യാത്ത ഉൽപ്പന്നങ്ങളാകും യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതെന്നാണ്. ഇത്തരത്തിൽ അമേരിക്കയുമായും ഈ ട്രേഡ് ഡീൽ കരാർ ഒപ്പിട്ടപ്പോൾ തീർച്ചയായും ഇന്ത്യ ഇനി നൽകാൻ പോകുന്ന വിശദീകരണം അത്തരത്തിലുള്ളതാകും. എന്തായാലും ഈ കരാറിന്റെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. അജയാണ് വിവരങ്ങൾ നൽകിയത്.
ന്യൂസ് ഡെസ്കിൽ വംശീയ കലാപത്തെ തുടർന്ന് ഒരു വർഷമായി രാഷ്ട്രപതി ഭരണത്തിലുള്ള മണിപ്പൂരിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉടനുണ്ടാകും. ഇന്നലെ ചേർന്ന BJP MLA-മാരുടെ യോഗം യുംനാം ഖേംചന്ദിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. രാഷ്ട്രപതി ഭരണ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്കെത്തുന്നത്. ഇതോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്ന സമയമാണ്. ന്യൂസ് ടെൻസുമായി TG സജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.